ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഋഷിമാർ, ശിവയോഗിമാർ നമുക്ക് നൽകിയ, അതായത് സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് കടബാധ്യതകളൊക്കെ പെട്ടെന്ന് മാറി സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകുന്നതിന് നൽകിയ ഒരു വിദ്യയെക്കുറിച്ചാണ്. അപ്പോൾ അത് വേറെ ഈ വിദ്യ ഇതുപോലെ നിങ്ങൾക്ക് വേറെ എങ്ങും കിട്ടത്തില്ല, ആരും പറയത്തില്ല. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. അതായത് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള വിദ്യയാണ്. നിങ്ങൾക്കിത് സ്വയം ചെയ്യാവുന്നതാണ്. 1 രൂപ മുടക്കില്ലാതെ എവിടെ ഇരുന്നാലും സ്വയം ചെയ്യാം. അപ്പോൾ ആ ഒരു വിദ്യ പെട്ടെന്ന് കടബാധ്യതകളൊക്കെ മാറിക്കിട്ടാൻ ഉപകരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് സാമ്പത്തികമായിട്ടൊരു ഉയർച്ച ഉണ്ടാകാനും കടബാധ്യതകൾ മാറാനും ഇത് ഉപകരിക്കും. അപ്പോൾ അതിനു മുമ്പ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില ഒക്കെയാണ് ഞാൻ പരിശോധിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാൻ താല്പര്യമുണ്ട്, വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യും. എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത്. പറ്റുന്നവർക്ക് റിപ്ലൈ ചെയ്യും. എന്നിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും. ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. എന്നിട്ട് കേട്ടിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. പിന്നെ മുൻഗണനാക്രമത്തിലായിരിക്കും വർക്ക് എടുക്കുന്നത്. അവിടെ ധൃതി വെച്ചിട്ട് കാര്യമില്ല, ഞാൻ എപ്പോഴും തിരക്കിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ട് ആവശ്യമുണ്ട് ചെയ്യാം. പിന്നെ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തുമില്ല, എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും. അതാണ് സാഹചര്യം. അപ്പം ഞാനിനി വിശദമായിട്ട് പറഞ്ഞു തരാം. നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും പ്രയോജനപ്പെടും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പം ഇനി വിശദമായിട്ട് ഞാൻ ആ വിദ്യ പറഞ്ഞുതരാം. അപ്പോൾ ഇത് നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു വിദ്യയാണ്. അപ്പോൾ ഈ കൂടുതൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കണ്ണിന് സ്ട്രെയിൻ ഉള്ളതുകൊണ്ടാണ് ഇന്ന് കണ്ണാടി വെച്ചത്. ചില വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ വെക്കാറുള്ളൂ. സ്ഥിരം വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം വിഷയത്തിലേക്ക് വരാം. എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഋഷീശ്വരന്മാർ, ശിവയോഗിമാർ നൽകിയ ഒരു വിദ്യയാണ്. അപ്പോൾ ഇത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞു, നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകളെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് നമുക്കിത് ചെയ്യാം. ഒരു രാവിലെ സൂര്യൻ ഉദിച്ച 6:30-ക്ക് ശേഷം ചെയ്താൽ മതി. കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഈ പറയുന്ന ഒരു മന്ത്രം കൊണ്ട് പ്രാണായാമം ചെയ്യണം. വളരെ സിമ്പിളാണത്. മന്ത്രം ഇതാണ്, സൂര്യഗായത്രി. അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓം ഭാസ്കരായ വിദ്മഹേ ദിവാകരായ ധീമഹി തന്നോ സൂര്യ പ്രചോദയാത്. ഇത് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് എഴുതിയിട്ടേക്കാം. അതുകൂടെ നോക്കിയിട്ട് ജപിക്കുക. ഈ മന്ത്രം നിങ്ങൾ മനസ്സ് ജപിച്ചുകൊണ്ട് ശ്വാസം വിടുമ്പോൾ ഓം ഭാസ്കരായ വിദ്മഹേ എന്ന് മനസ്സിൽ ജപിച്ചുകൊണ്ട് ശ്വാസം വിടുക. ശ്വാസം എടുക്കുമ്പോൾ ദിവാകരായ ധീമഹി എന്ന് ജപിച്ച് ശ്വാസം മനസ്സുകൊണ്ട് ജപിച്ച് ശ്വാസം എടുക്കുക. തന്നോ സൂര്യ പ്രചോദയാ എന്ന് മനസ്സുകൊണ്ട് ജപിച്ച് ശ്വാസം ഒരു സെക്കൻഡുകൾ മതി, ഉള്ളിൽ പിടിച്ചു നിർത്തുക. സെക്കൻഡുകൾ മതി. അപ്പോൾ അത് പറ്റുന്നവർക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ചിലർക്ക് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, ചിലർക്ക് ചിലപ്പോൾ ചെയ്യാൻ അറിയത്തില്ല. അങ്ങനെയുള്ളവർ ചെയ്യണമെന്നില്ല. വളരെ സിമ്പിളാണ്. അവനവന് പറ്റുന്നതെങ്കിൽ, അവനവന് കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ, അവനവന് പറ്റുന്നെങ്കിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു രഹസ്യമെന്ന് പറഞ്ഞാൽ, ഇത് പ്രാണായാമത്തിൽ ഈ ഒരു മന്ത്രം, ഈ സൂര്യഗായത്രി മഹാസിദ്ധർ ഗോരക്കർ ഉപാസിച്ചിട്ടുള്ളതാണ്. ശൈവ 18 സിദ്ധന്മാരിൽ ഒരാളായ, ഇപ്പോൾ അഗസ്ത്യരൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള പരമ്പരയിൽ അഗസ്ത്യരെ, പാമ്പാട്ടി സിദ്ധരെ, ഇങ്ങനെയുള്ള പരമ്പരയിൽ തിരുമൂലരെ, അങ്ങനെയുള്ള പരമ്പരയിലുള്ള കോരക്കർ സിദ്ധർ ഈ ഒരു ഗായത്രി ഉപാസിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഉപാസിക്കണമെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പ്രത്യേകത കാണുമല്ലോ, ഇല്ലേ? എന്തെങ്കിലും ഒരു പ്രത്യേകത ഇല്ലാതെ അദ്ദേഹം അത് ഉപാസിക്കത്തില്ല. അപ്പോൾ ആ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മൾ ശ്വാസം വിടുന്നതിനെയാണ് രേചകം എന്ന് പറയും. ശ്വാസം എടുക്കുന്നതിനെ പൂരകം എന്ന് പറയും. ശ്വാസം ഉള്ളിൽ അല്പനേരം, അത് സെക്കൻഡുകൾ ഹോൾഡ് ചെയ്താൽ മതി. സെക്കൻഡുകൾ, മിനിറ്റുകളല്ല. ഇത്രയും സമയം ഹോൾഡ് ചെയ്താലും മതി. കണ്ടോ, ഇത്രയും സമയം.
അപ്പം അങ്ങനെയുള്ള വിദ്യയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനെ കുംഭകം എന്ന് പറയും, ഉള്ളിൽ ഹോൾഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ശ്വാസം പിടിക്കുന്നതിന്. അപ്പോൾ നമുക്കൊരു സെക്കൻഡ് ഇത്രയും നേരം ശ്വാസം ഹോൾഡ് ചെയ്താൽ മതി, പിടിച്ചാൽ മതി, അതിൽ കൂടുതൽ പിടിക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളിപ്പം ഒരു പ്രാണായാമം ചെയ്തിട്ട് വീണ്ടും ഒരു പ്രാണായാമം തന്നെ ചെയ്താൽ പോലും ഫലം ഉണ്ടാകും. നിങ്ങളിത് സൂര്യനെ ആ കിഴക്കോട് തിരിഞ്ഞു നിന്ന് സൂര്യനെ ഇപ്പോൾ നമ്മൾ നേരിട്ട് സൂര്യനെ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ആകാശത്തേക്ക് നോക്കി ആ സൂര്യസങ്കല്പത്തിൽ ഇവിടെ ഒന്നും ചെയ്യാം, കിഴക്കോട്ട് തിരിഞ്ഞൊന്നും ചെയ്യണമെന്നുള്ളൂ. അല്ലെങ്കിൽ ഹൃദയത്തിൽ സൂര്യനെ ധ്യാനിക്കാം, കണ്ണ് തുറന്നുകൊണ്ട് തന്നെ ഹൃദയത്തിൽ സൂര്യനെ ധ്യാനിച്ചാലും മതി. ഓം ഭാസ്കരായ വിദ്മഹേ എന്ന് പറയുമ്പോൾ ശ്വാസം വിടുക, എടുക്കുകയല്ല. രേചകം ഇവിടെ ആദ്യം ചെയ്യണം. രേചകം, പൂരകം, കുംഭകം. സാധാരണ നമ്മൾ ചെയ്യുന്നത് ശ്വാസം എടുത്തിട്ട് പിടിച്ചിട്ട് വിടുകയാണ്. ഇതങ്ങനെയല്ല, ആദ്യം വിടുകയാണ്. രേചകം ആദ്യം ചെയ്യണം. ആദ്യം നമ്മൾ ശ്വാസം സാധാരണ നമ്മൾ എടുക്കുന്ന ശ്വാസം ഉണ്ടാകുമല്ലോ, നമ്മൾ ശ്വാസം വെറുതെ ശ്വാസം എടുക്കുക, വെറുതെ ഒന്ന് ശ്വാസം എടുക്കുക. എന്നിട്ട് ഓം ഭാസ്കരായ വിദ്മഹേ എന്ന് മനസ്സിൽ ജപിച്ചുകൊണ്ട് ശ്വാസം പതുക്കെ അവനവനെ കൊണ്ട് പറ്റുന്ന പോലെ നീട്ടി വിടുക. അതിനെ രേചകം എന്ന് പറയും. പിന്നെ ദിവാകരായ ധീമഹി എന്ന് മനസ്സിൽ ജപിച്ചുകൊണ്ട് അവനവനെ കൊണ്ട് പറ്റുന്ന പോലെ പതുക്കെ ശ്വാസം എടുക്കുക. അതിനെ പൂരകം എന്ന് പറയും. തന്നോ സൂര്യ പ്രചോദയാത് എന്ന് ജപിച്ചുകൊണ്ട് ഹൃദയത്തിൽ സൂര്യനെ ധ്യാനിച്ച് ഹൃദയത്തിൽ ശ്വാസം ഇത്ര സമയം മതി, ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, ഒരു സെക്കൻഡ് പിടിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ശ്വാസം സാധാരണ രീതി എടുക്കുകയും വിടുകയും ചെയ്യുക. ഇത് ഒരു തവണ പോലും ചെയ്താൽ നിത്യേന ചെയ്യണം. നിത്യേന ചെയ്താൽ ആ ഒരു 3 മാസക്കാലം ഒക്കെ ചെയ്താൽ ആ സൂര്യൻ്റെ അനുഗ്രഹം ഉണ്ടാകും എന്ന് മാത്രമല്ല നവഗ്രഹ പ്രീതി ഉണ്ടാകുമെന്നുള്ളതാണ്. ഈ നവഗ്രഹ പ്രീതി ഉണ്ടാകുമ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയാവും. നമുക്കിപ്പം കണ്ടകശനി, ഏഴരശനി, അഷ്ടമശനി, ജന്മശനി, അല്ലെ ദശാസന്ധി ദോഷങ്ങൾ, അല്ലെ ഗ്രഹങ്ങൾ ഒരാളുടെ ഗ്രഹത്തിലെ മോശമായി നിൽക്കുന്നു. ഇതുകൊണ്ടാണ് നമ്മളെല്ലാ പ്രശ്നങ്ങളും അനുഭവിക്കുന്നത് ജ്യോതിഷപ്രകാരം. അപ്പോൾ ഈ നവഗ്രഹപ്രീതി ഈ ഒരു ശാസ്ത്രവിദ്യയിലൂടെ പെട്ടെന്ന് കൈവരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ചെയ്തു കഴിഞ്ഞ് സൂര്യഭഗവാനോട് നമ്മൾ ഹൃദയത്തിൽ ധ്യാനിച്ചു പ്രാർത്ഥിച്ചാലും മതി, മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാലും മതി. ഭഗവാനെ സൂര്യനാരായണ അങ്ങനെ വിളിക്കണം. എനിക്ക് സമ്പത്തും ഐശ്വര്യവും ജ്ഞാനവും നൽകണമെന്ന് പറയണം. സമ്പത്തും ഐശ്വര്യവും ജ്ഞാനവും. അപ്പോൾ ഇത് നിത്യേന രാവിലെ ഒരു തവണ ചെയ്യുക. അങ്ങനെ 3 മാസം നിത്യേന ചെയ്തു പോന്നാൽ, ഇതിന് ചെയ്യുന്നതിന് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ആർക്കും ചെയ്യാം. ചെയ്തു പോന്നാൽ ആ അത്ഭുതകരമായ മാറ്റം ജീവിതത്തിലുണ്ടാവും. ഇതൊക്കെ അനുഭവങ്ങളായി പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് സാമ്പത്തികമായ കടബാധ്യതകളൊക്കെ പെട്ടെന്ന് മാറാൻ ഈ സൂര്യൻ ഇങ്ങനെ ചില വിദ്യകൾ ചെയ്താൽ പറ്റും. അതുപോലെയാണ് സൂര്യപൊങ്കാല. 12 ഞായറാഴ്ച അടുപ്പിച്ച് സൂര്യപൊങ്കാല ഇട്ടാൽ കടബാധ്യതകൾ മാറിയ എത്രയോ അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതല്ലേ ഞാനീ പറയുന്നത്, അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുപോലൊരു വിദ്യയാണിത്, സൂര്യപ്രാണായാമം. അത് ഈ മന്ത്രം തന്നെ ജപിക്കണം. ഈ മന്ത്രത്തിന് പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ സൂര്യഗായത്രിക്ക് പ്രത്യേകതയുണ്ട്. സൂര്യഗായത്രി വീണ്ടും വേറെ ഗായത്രികളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഗായത്രി തന്നെ പറഞ്ഞത് അതിന് പ്രത്യേകത ഉള്ളതുകൊണ്ടാണ്. അത് മഹാസിദ്ധൻ കോരക്കാർ ഉപാസിച്ച സൂര്യഗായത്രിയാണ്. അപ്പോൾ ഇത് നിത്യേന രാവിലെ ഇതുപോലെ ചെയ്യുക. അതോടൊപ്പം ഞായറാഴ്ചകളിൽ നിങ്ങൾ വിളക്ക് തെളിയിക്കുമ്പോൾ രാവിലെ 5 തിരിയിട്ട് തന്നെ തെളിയിക്കുക. എല്ലാ ദിവസവും അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നെയ്യ് ഒഴിച്ച് ഞായറാഴ്ച വിളക്ക് തെളിയിക്കുക. എന്നിട്ട് വിളക്ക് തെളിയിച്ച് നിങ്ങൾ വിളക്കിൻ്റെ മുന്നിൽ ചെയ്യുന്ന പ്രാർത്ഥനകളെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് ഓരോ തിരിയെയും നോക്കി അത് ഞാനീ പറയുന്ന രീതിയിൽ ജപിക്കണം. കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, വടക്കിഴക്ക്, വീണ്ടും കിഴക്ക്, അങ്ങനെ ജപിക്കണം. ഈ ഒരു സൂര്യഗായത്രി ഓം ഭാസ്കരായ വിദ്മഹേ ദിവാകരായ ധീമഹി തന്നോ സൂര്യ പ്രചോദയാത് ഇത് ജപിച്ചിട്ട് സൂര്യഭഗവാനോട് സമ്പത്തും ഐശ്വര്യവും ജ്ഞാനവും തരണേ ഭഗവാനെ എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടി പ്രാർത്ഥിച്ചാൽ, സൂര്യനെ ഹൃദയത്തിൽ ധ്യാനിച്ച് ഹൃദയത്തിൽ നിങ്ങളുടെ അത്ര ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരും. കാരണം ഇത് അതുപോലെ ആ ശക്തിയുള്ള ഒരു മന്ത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ, ശൈവ സിദ്ധർ ഉപാസിച്ചിരുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഈ മന്ത്രം ചൊല്ലിയിട്ട് എന്താവശ്യപ്പെടുന്നു, ഇപ്പോൾ സിദ്ധന്മാരാകുമ്പം അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക്
ആത്മീയമായ കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ സമ്പത്തും ഐശ്വര്യവും ജ്ഞാനവും ആവശ്യപ്പെടണം. ഇപ്പോൾ സൂര്യന് ഈ ചില കാര്യങ്ങൾ ചെയ്താൽ സാമ്പത്തികം പെട്ടെന്നുണ്ടാകും, കടബാധ്യതകൾ മാറും. ഞാൻ പറഞ്ഞില്ലേ 12 പൊങ്കാല 12 ഞായറാഴ്ച സൂര്യപ്പൊങ്കാല ഇട്ടാൽ അവർക്കൊക്കെ സാമ്പത്തികം വന്ന അനുഭവങ്ങളുണ്ട്. അപ്പോൾ സൂര്യൻ അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്താൽ സാമ്പത്തികം വരും. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് സമ്പത്തും ഐശ്വര്യവും ജ്ഞാനവും. അപ്പോൾ ഈ സമ്പത്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് നിങ്ങളുടെ കടബാധ്യതകൾ മാറുന്നതൊക്കെ. ഐശ്വര്യം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വിജയമുണ്ടാകും. മാത്രമല്ല ഈ സൂര്യനെ നിങ്ങളെ ഒന്ന് ഉപാസിച്ച് നോക്കിക്കേ. ഉപാസന എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു മനസ്സുകൊണ്ട് നിങ്ങൾ അത്ര ആത്മാർത്ഥമായിട്ട് ചെയ്ത് നോക്കിക്കേ. നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടും, ധൈര്യം കൂടും, നിങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങൾ വിജയിക്കും, നിങ്ങളുടെ ബുദ്ധി വർദ്ധിക്കും, നിങ്ങളുടെ ചൈതന്യം, നിങ്ങളുടെ ഓജസ്സും തേജസ്സും വർദ്ധിക്കും. നിങ്ങൾ എല്ലാവർക്കും സ്വീകാര്യനാകും. ഏത് മേഖലയിലാണേലും നിങ്ങൾക്ക് തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് ഏറ്റവും മിടുക്കനാകാനും നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഏറ്റവും പ്രഗത്ഭനാകാനും പറ്റും. ഒരു ഏത് തൊഴിൽ ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് അതിൽ ഉയർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഈ സൂര്യോപാസനയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രാണബലം കൂടും, അതാണ് ഇതിൻ്റെ രഹസ്യം. പ്രാണശക്തി കൂടും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്തോ പ്രാണശക്തി ഇപ്പം കൂടുന്നത്. പ്രാണബലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഈ പ്രാണശക്തിയാണ് എല്ലാത്തിനും അടിസ്ഥാനം. ഈ പ്രാണശക്തി നമ്മുടെ ഉള്ളിലുള്ള പ്രാണശരീരമുണ്ട് ഉള്ളിൽ. ഇപ്പോൾ ഇത് സ്ഥൂല ശരീരമാണ്, നമുക്ക് പിടിക്കാം അല്ലേ, കാണാം, തൊടാം, അതിനെ സ്ഥൂല ശരീരം എന്ന് പറയുന്നു. അതുപോലെ സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ ആ സൂക്ഷ്മ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്. 5 ശരീരങ്ങളുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം പ്രാണശരീരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ പ്രാണശരീരം നമ്മുടെ സൂക്ഷ്മത്തിലുള്ള നമ്മുടെ ഉള്ളിലുള്ള പ്രാണശരീരം, ആ പ്രാണശരീരത്തിന് ശക്തി കിട്ടുമ്പോഴാണ് നമുക്ക് ആത്മവിശ്വാസം കൂടുന്നത്, നമുക്ക് പ്രാണബലം കൂടും. അപ്പോൾ ഈ പ്രാണൻ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ചൈതന്യം കുറയും. പ്രാണൻ നമ്മളിലേക്ക് അതിപ്പം ഈ യോഗിമാരൊക്കെ പ്രാണാപാന വിദ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രാണനെയും അപാനനെയും പ്രത്യേക രീതിയിൽ ചെയ്യുന്ന ഒരു വിദ്യകളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രാണബലം കൂടുമ്പോൾ ആണ് നമുക്ക് ആത്മവിശ്വാസം കൂടും, നമ്മുടെ ശരീരത്തിൽ തേജസ്സും ഓജസ്സും കൂടും. നമ്മളെല്ലാം നമ്മുടെ ഈ ശരീരത്തിനുള്ളിലുള്ള ഊർജ്ജമാണ് നമ്മളെ പ്രവർത്തിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ ആഹാരം കഴിക്കുമ്പം അതിലൂടെ നമുക്ക് കിട്ടുന്ന എന്താ? ഊർജ്ജം. ബാക്കി നമ്മുടെ ശരീരം പുറന്തള്ളുകയാണ്. വെള്ളം കുടിക്കുമ്പോൾ ശരീരം അതിലെ ഊർജ്ജം സ്വീകരിച്ചിട്ട് ബാക്കി ജലം പുറന്തള്ളും. എല്ലാത്തിൽ നിന്നും ശരീരം സൂര്യപ്രകാശത്തിൽ നിന്നാണ് ഊർജ്ജം സ്വീകരിക്കുന്നത്. ചുറ്റുമുള്ള എല്ലാത്തിൽ നിന്നും ശരീരം ഊർജ്ജം സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരു ഊർജ്ജ ശരീരമുണ്ട്. ആ ഊർജ്ജം എന്ന് പറഞ്ഞാൽ അതിൽ ആ പ്രാണനുണ്ട്. നമ്മൾ ആ പ്രാണൻ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രാണശരീരത്തിന് ബലം പ്രാണശരീരത്തിൻ്റെ ചൈതന്യം വർദ്ധിക്കുമ്പോൾ സൂര്യോപാസന ഏറ്റവും നല്ലതാണ്. ഇതിപ്പോൾ ഉപാസന എന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവർക്ക് അതൊരു വലിയ ഫലം ലഭിക്കുന്ന ഒരു മഹത്തായ ഒരു ഉപാസന ആയിട്ട് തന്നെ അനുഭവപ്പെടും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഒരു ജീവിതത്തിൽ മാറ്റം നിങ്ങളായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് പല ചിന്തകളും തോന്നും. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ മാറ്റങ്ങൾ അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ വരും. നിങ്ങൾ ഏത് തരത്തിലുള്ള ചിന്താഗതിയുള്ള വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ ചിട്ടപ്പെടുത്തും. ജീവിതത്തിനൊരു ക്രമം ഉണ്ടാകും. നിങ്ങൾക്കറിയാം എന്ത് ശരി എന്ത് തെറ്റെന്ന്. വേറൊരാളായിരിക്കത്തില്ല നിങ്ങളുടെ ജീവിതത്തെ തീരുമാനിക്കുന്നത്. നിങ്ങൾക്കറിയാം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട, എന്ത് ശരി എന്ത് തെറ്റ്. ഈ ഉള്ളിലുള്ള ആ ആത്മബോധം ഉണർന്നു കഴിയുമ്പോൾ സൂര്യൻ ആത്മകാരകനുമാണ്. പ്രാണശക്തി, ആത്മബോധം, ഇതൊക്കെ സൂര്യനെ വിളിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകും. സൂര്യൻ വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾ വിചാരിക്കുന്ന ചെറിയ കാര്യമൊന്നുമല്ലത്. ശൈവ സിദ്ധർ 18 സിദ്ധന്മാരിൽ ഒരാളായ കോരക്കർ ഇത് ഉപാസിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ എത്ര മഹത്തരമാണ് ഈ സൂര്യോപാസന. നിങ്ങൾക്ക് ഞാൻ സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പറഞ്ഞു തന്നത്. അത് നിങ്ങൾ അതുപോലെ ചെയ്യുക. ഈ നവഗ്രഹ പ്രീതി പെട്ടെന്ന് കൈവരും. ഗ്രഹങ്ങൾ നിങ്ങളുടെ ആ ദോഷങ്ങൾ എന്ത് തന്നെ ദോഷങ്ങളായിക്കോട്ടെ, ഒരു ഏഴരശനിയും ബാധിക്കത്തില്ല, ഒരു കണ്ടകശനിയും ബാധിക്കത്തില്ല, ഒരു ജന്മശനിയും ബാധിക്കത്തില്ല, ദശാസന്ധി ദോഷങ്ങൾ ബാധിക്കത്തില്ല, ഗ്രഹങ്ങൾ പിഴച്ചു നിൽപ്പുണ്ടെങ്കിൽ അതിൻ്റെ ദോഷങ്ങൾ ബാധിക്കത്തില്ല എന്ന് വേണ്ട. നമ്മുടെ ജീവിതത്തിൽ എന്നും സന്തോഷവും ഐശ്വര്യവും ഉയർച്ചയും ഉണ്ടായിക്കൊണ്ടിരിക്കും.
ഇനി സമ്പത്തും ഐശ്വര്യവും ജ്ഞാനവും വേണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സമ്പത്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെ കാര്യം മനസ്സിലായി. നമ്മുടെ കടബാധ്യതകളൊക്കെ മാറി പുതിയ സാമ്പത്തികമായ ഉയർച്ചകളുണ്ടാകും. ഐശ്വര്യം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും സന്തോഷവും ഉയർച്ചയും ഒക്കെ ഉണ്ടാവണം. ഇനി ജ്ഞാനം എന്തിനു വേണ്ടിയാണ് പറഞ്ഞത്? ഈ ജ്ഞാനമില്ലാത്ത ഇപ്പോഴത്തെ കുഴപ്പം. ഇപ്പോഴത്തെ നമ്മൾ പത്രത്തിലൊക്കെ വായിക്കും, പിള്ളേരൊക്കെ എന്തെങ്കിലും ജീവിതത്തിൽ ചെറിയ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഉടനെ ചിലപ്പോൾ ജീവിതം അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പത്രത്തിലൊക്കെ കാണാം, ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തിന് പോയി ജീവിതം അവസാനിപ്പിക്കുകയാണ്. പല ഈ ന്യൂസൊക്കെ കാണാമല്ലോ, പത്രത്തിലൊക്കെ കാണാം. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നറിയോ? ശരിയായിട്ടുള്ള ജ്ഞാനമില്ലാത്തതുകൊണ്ടാണ്. ഒരിക്കലും ജീവിതം എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നമുക്ക് ജീവിതം അവസാനിപ്പിക്കാൻ അധികാരമില്ല. പ്രായമായി അത് തനിയെ ആ ഈശ്വരഗതി അനുസരിച്ച് നമ്മൾ എങ്ങനെയാണോ പ്രായമായി നമ്മൾ മരിക്കുന്ന ആ രീതിയിലേ മരിക്കാവുള്ളൂ. സ്വയം ആത്മഹത്യ ചെയ്യരുത്. അത് ഏറ്റവും വലിയ പാപമാണ്. അത് ജ്ഞാനമില്ലാത്തതുകൊണ്ടാണ്, ആത്മജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ്. എന്ത് പ്രതിസന്ധി ആയിക്കോട്ടെ, പ്രതിസന്ധി ഉണ്ടായാലും പെട്ടെന്ന് ഇപ്പോഴത്തെ കുട്ടികൾ നമ്മൾ പത്രത്തിൽ കാണാം, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പോയി കുട്ടികളൊക്കെ പോയി ഓരോ കടുങ്കൈ ചെയ്യുകയാണ്. അത് ശരിയായിട്ട് ജ്ഞാനമില്ലാത്തതുകൊണ്ടാണ്, ആത്മജ്ഞാനമില്ലാത്തതുകൊണ്ടാണ്. ജ്ഞാനമുള്ളവൻ ചെയ്യത്തില്ല. ലോകം തലകീഴ് തിരിഞ്ഞാൽ പോലും ശരിയായ ആത്മജ്ഞാനമുള്ളവൻ ജീവിതം അവസാനിപ്പിക്കത്തില്ല. അത് പ്രായമായി ആ ശരിയായ രീതിയിലുള്ള ആ സാധാരണ രീതിയിലുള്ള പ്രായമായിട്ടുള്ള ആ രീതിയിൽ ഈശ്വരൻ പ്രാണൻ എടുക്കുന്ന സമയത്ത് ആ പ്രാണൻ നമ്മുടെ ആ ശരിയായിട്ടുള്ള ആ എല്ലാം നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അനുഭവിച്ച്, അത് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും ഒക്കെ അനുഭവിച്ച് ഈശ്വരൻ വിളിക്കുമ്പോൾ മാത്രം, അതായത് സാധാരണ രീതിയിലുള്ള മരണം. അല്ലാതെ നമുക്ക് ജീവിതം അവസാനിപ്പിക്കാനുള്ള ഇത് അധികാരമില്ല. അത് അറിവില്ലാത്തതുകൊണ്ട് അതിനാ ജ്ഞാനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായോ? ജ്ഞാനം ഉണ്ടായാൽ ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ഇപ്പോഴീ ആളുകൾ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളെല്ലാം ആത്മജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ബഹളം ഉണ്ടാക്കുന്നു, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഭാര്യയെ ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ മക്കളെ ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഒരു അത്യാർത്ഥി കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നേടാൻ വേണ്ടി എന്തെല്ലാം തെറ്റുകൾ ചെയ്യുന്നു. ഇതൊക്കെ ആത്മജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ്. ആത്മജ്ഞാനം എന്ന് വെച്ചാൽ സന്യാസിയാകുക എന്നല്ല അർത്ഥം. ആത്മജ്ഞാനം എന്ന് വെച്ചാൽ ആത്മാവിനെ അറിയുക. ഞാൻ എന്തിനാണ് ജനിച്ചത്, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, ഈശ്വരനെ അറിയുക. ഈശ്വരൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മങ്ങൾ, ഞാനൊരു ഒരു ജോലി ചെയ്യാനാണെങ്കിൽ, ഒരു സ്ഥാപനത്തിൽ ഒരു ജോലി ചെയ്യാനാണ് എനിക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന ഒരു കർമ്മമെങ്കിൽ ആ ജോലി ഞാൻ ഭംഗിയായിട്ട് ചെയ്യുക. അല്ലാതെ സന്യാസികൾക്ക് മാത്രമല്ല ആത്മജ്ഞാനം സന്യാസികൾക്കും ഉണ്ട്. ഗൃഹസ്ഥനും ആത്മജ്ഞാനം വേണം. അപ്പോൾ എത്ര ഒരു പ്രതിസന്ധി ആണെങ്കിലും അവനതിനെ അതിജീവിക്കാൻ പറ്റും. പിന്നെ ഇപ്പം ഈശ്വരനെ ഈ ഭൂമിയിൽ പലർക്കും പല കർമ്മങ്ങളാണ് നൽകിയിരിക്കുന്നത്. ചിലർക്ക് ഇപ്പോൾ ഒരു ഗൃഹസ്ഥനായിട്ട് ജീവിക്കാനാണ്. അപ്പോൾ അവന് കൊടുത്തിരിക്കുന്ന അവന് ചിലപ്പം ഒരു സാധാരണ ജോലിയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആ ജോലിയിൽ സംതൃപ്തനായി കൂടുതൽ ആത്മാർത്ഥതയോടെ ആ ഈശ്വരനെ വിശ്വസിച്ച് തുടങ്ങുമ്പോൾ ആത്മജ്ഞാനം ഉണ്ടായിക്കഴിയുമ്പോൾ അവൻ ജീവിതം മുഴുവൻ നല്ലതായിട്ട് ജീവിക്കാൻ പറ്റും. അപ്പം കുട്ടികൾക്ക് ആത്മജ്ഞാനം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കുട്ടികൾക്ക് ആ ജ്ഞാനം ഉണ്ടാകുമ്പോൾ അവരുടെ കർത്തവ്യങ്ങൾ, അച്ഛനോടുള്ള കർത്തവ്യം, അമ്മയോടുള്ള കർത്തവ്യം ശരിയായിട്ട് നിറവേറ്റും. അല്ല അച്ഛനും അമ്മയും കൊണ്ട് അവർക്ക് നോക്കാൻ സമയമില്ലെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ഈ നോക്കുന്നിടത്ത് കൊണ്ട് ആക്കത്തൊന്നുമില്ല. ശരിയായിട്ട് ആത്മജ്ഞാനം ഉണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു ആത്മജ്ഞാനം ഇല്ലാത്തതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ശരിയായിട്ടുള്ള ജ്ഞാനമില്ല, ആത്മജ്ഞാനമില്ല. ജ്ഞാനമുണ്ട്, അത് പല വിഷയങ്ങളിലും, പക്ഷെ ശരിയായിട്ടുള്ള ആത്മജ്ഞാനം ഇല്ല. അപ്പോൾ ഈ സൂര്യ ഉപാസനയിലൂടെ, അല്ലെ ഇതുപോലുള്ള ഉപാസനകളിലൂടെ, അല്ലെ ഇതുപോലുള്ള മന്ത്രങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലെ ആത്മജ്ഞാനം ഉണ്ടാകും. ഞാൻ എന്തിനാണ് ഈ ഭൂമിയിലോട്ട് വന്നത്, അല്ലെ ഞാൻ ഈ തൊഴിൽ ചെയ്യുന്നത് ഈശ്വരൻ എനിക്ക് തന്നിരിക്കുന്ന ആ കർമ്മമാണ്, അത് ഭംഗിയായിട്ട് ചെയ്യണം, അത് സത്യസന്ധമായിട്ട് ചെയ്യണം. അങ്ങനെ ഓരോരുത്തരും ചിന്തിച്ചാൽ അവൻ്റെ ജോലി ഭംഗിയായിട്ട് ചെയ്യും, ആത്മാർത്ഥതയോടെ ചെയ്യും. അപ്പോൾ സാമ്പത്തികം കൂടുതലായിട്ട് വരാൻ തുടങ്ങും. അല്ലെങ്കിൽ കൂടുതൽ സാമ്പത്തികത്തിനുള്ള കാര്യങ്ങൾ ശ്രമിക്കും. ഒരിക്കലും ജീവിതത്തിൽ ഒരു പരാജയത്തിന് മുന്നിൽ മുട്ടുമടക്കത്തില്ല. കാരണം ഈശ്വരൻ ഒരു നിയോഗമായിട്ടാണ് എന്നെ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. എനിക്കിവിടെ പല കർമ്മങ്ങളും ചെയ്യാനുണ്ട്. അതിപ്പോൾ ചിലപ്പം പിന്നെ മക്കളെ അല്ലെ ഭാര്യയെ നോക്കുക, ജോലി ചെയ്യുക, ഇതൊക്കെ ഒരുപാട് കർമ്മങ്ങൾ പലർക്കും ഉണ്ട്. അപ്പോൾ അത് ഈശ്വരീയമായിട്ട് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ, ആത്മജ്ഞാനം ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ എല്ലാം നല്ല ഏറ്റവും സന്തോഷകരമായി ജീവിക്കാൻ സാധിക്കും. അപ്പോൾ ആ ജ്ഞാനം തരണേ ഈശ്വര എന്നാണ് പ്രാർത്ഥിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ അതും ഇതൊന്നും അറിഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ
ഇനിയിപ്പം നമ്മൾ ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ തന്നെ പണ്ടൊക്കെ ഞങ്ങളൊക്കെ പണ്ടും ഇപ്പോഴും ഞങ്ങളൊക്കെ ചെയ്യുന്ന കാര്യമാണ്. പ്രായമുള്ള ആരെങ്കിലും വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് എഴുന്നേറ്റ് കൊടുക്കും. പക്ഷേ ഇപ്പം നിങ്ങൾ ബസ്സിലൊക്കെ കയറി നോക്കൂ, പലപ്പോഴും പ്രായമുള്ളവർക്ക് നിന്നാലും ഈ കുട്ടികൾ അവിടെ ചിലവ് ഇരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ സ്കൂളിൽ പ്രായമുള്ള കുട്ടികൾ, അതായത് സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി ആയിക്കോട്ടെ, അവർക്കറിയത്തില്ല അവർ എഴുന്നേറ്റ് കൊടുക്കണമെന്നില്ല. ചിലപ്പോൾ എഴുന്നേറ്റ് കൊടുക്കും. പക്ഷെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പ്രായമുള്ള ചിലപ്പം ഒരു കുഞ്ഞിനെ കൊണ്ട് കയറിയ ഒരു സ്ത്രീ ആയിക്കോട്ടെ, അവിടെ ഇരിക്കുന്നവർ അവിടെ ഇരിക്കും. കാരണം ഇപ്പോഴത്തെ ഈ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ആ ഒരു ജ്ഞാനമില്ല. അതൊരു മനുഷ്യത്വമാണ്, അത് ഉള്ളിൽ നിന്ന് വരുന്നൊരു മനുഷ്യത്വം. ഇപ്പോൾ എഴുന്നേറ്റ് കൊടുത്തില്ല നിങ്ങൾ ആരും ഒന്നും പറയത്തില്ല. പക്ഷേ ഒരു പ്രായമായൊരു സ്ത്രീയോ അല്ലെങ്കിൽ നിൽക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സ്ത്രീ, ഒരു വൃദ്ധനായോ ഒരു വൃദ്ധനോ അല്ലെങ്കിൽ ഒരു പ്രായമുള്ള ഒരു അമ്മയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെയും കൊണ്ട് വരുന്ന ഒരു സ്ത്രീയോ ഒക്കെ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ അത് ആരും പറയാതെ എഴുന്നേറ്റ് കൊടുക്കുന്ന അവൻ്റെ ഉള്ളിലെ ജ്ഞാനമാണ്. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ ഇപ്പം ഞാൻ പലപ്പോഴും ബസ്സിലൊക്കെ കാണുമ്പം മിക്കവാറും ഈ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവരവിടെ ഇരിക്കും. കാരണം അവരെയൊന്നും പഠിപ്പിച്ചിട്ടില്ല, അവരൊക്കെ പഠിപ്പിച്ചിരിക്കുന്ന വേറെ കാര്യങ്ങളൊക്കെയാണ് അല്ലേ? അപ്പോൾ ഇതുപോലുള്ള ജ്ഞാനമില്ല. അതുകൊണ്ടാണ് അച്ഛനെയും അമ്മയെയും ബഹുമാനിക്കാത്തതും, അല്ലെങ്കിൽ ഒരു കുടുംബം ഉണ്ടായാൽ പോലും ആ കുടുംബം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാത്തതും. എന്തെങ്കിലും ഒരു സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല, അതാ കുഴപ്പം. ചിലപ്പോൾ എന്തെങ്കിലും കടുകൈ പോയി ചെയ്യും. കാരണം അവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിയത്തില്ല, അതിനുള്ള ഒരു ജ്ഞാനമില്ല. അതിനാണ് ആത്മജ്ഞാനം വരണത്, ആ ഈശ്വരജ്ഞാനം. ഞാൻ എന്തിനാണ് ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്? ഞാനും ഈശ്വരൻ്റെ അംശമാണ്. അപ്പോൾ എനിക്കും ആ ഈശ്വരീയമായ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്, കഴിവുകളും ഉണ്ട്. ഇതൊക്കെ ആത്മജ്ഞാനം ഉണ്ടാകുമ്പോൾ മനസ്സിലാവുമ്പോൾ ജീവിതം മുഴുവൻ ആ കഴിവുകളെ പ്രയോജനപ്പെടുത്തി വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ടാണ് ആ ജ്ഞാനം എന്ന് പറഞ്ഞത് കേട്ടോ. അത് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്രയും പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനിയും ഒരു ഹസ്തരേഖ രഹസ്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തിയേക്കാം. അത് നിങ്ങൾക്കെല്ലാം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഇത് കണ്ടല്ലോ, ഇത് നിങ്ങൾക്കെല്ലാം അറിയാം, വീഡിയോ സ്ഥിരം കാണുന്നവർക്ക്. ഇത് ആയുർരേഖ, ഇത് ബുദ്ധിരേഖ, ഇത് ഹൃദയരേഖ, ഇത് വിധിരേഖ അല്ലെ ഭാഗ്യരേഖ. അപ്പോൾ പുരുഷന്മാർ വലത് കൈ കൊണ്ടും സ്ത്രീകളുടെ ഇടത് കൈ കൊണ്ടും ചിന്തിച്ചോളണം. ഇത് കണ്ടു, ഈ ബുദ്ധിരേഖ ഇവിടം വരെ വന്നിട്ട് ചെറിയൊരു ഒടിവോട് കൂടി പിന്നെ താഴേക്ക് പോവുകയാണ്. ഇവിടെ ഒരു ഒടിവുണ്ട്, ഒരു മടക്കുണ്ട് ബുദ്ധിരേഖ. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ ഒരു ആരോ കൊണ്ട് കാണിച്ചിരിക്കുന്നത്, ഈ ഭാഗം കേട്ടോ. അതായത് ബുദ്ധിരേഖ ഇവിടം വരെ ഇങ്ങനെ വന്നിട്ട് ചെറിയൊരു ഒടിവോട് കൂടി താഴേക്ക് പോകുന്നു കണ്ടോ, ആരോ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. ഈ ഒടിവ്, ഈ ഒരു മടക്കൻ്റെ ആ ഒടിവിൻ്റെ ഭാഗം കണ്ടോ ബുദ്ധിരേഖ. ക്ലിയർ ആയല്ലോ, ഈ സംശയത്തിൻ്റെ കാര്യമില്ല. ഇങ്ങനെ രേഖാസ്ഥിതി വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ആ വ്യക്തിക്ക് ചില കഴിവുണ്ടായിരിക്കും, ചില സ്കില്ല് ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള രേഖ വന്നാൽ ആ വ്യക്തിക്ക് ചില സ്കില്ല്, അതായത് സ്പെഷ്യൽ സ്കില്ലുണ്ടായിരിക്കും. അതൊക്കെ എന്താണെന്ന് പറയാം. അതായത് ഡിസൈനിങ് സ്കില്ല്, അതുപോലെ റൈറ്റിംഗ് സ്കില്ല്, അതുപോലെ ആർട്ടിസ്റ്റിക്കലായിട്ടുള്ള സ്കില്ലുകൾ. അതായത് ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു ചിത്രകാരൻ അല്ലെങ്കിൽ ഒരു ഡിസൈനർ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഡിസൈനർ അല്ലെങ്കിൽ ഒരു ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആൾ ഒക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു സ്പെഷ്യൽ ടാലൻറ്റ് ഉണ്ടായിരിക്കും. ഇത് നല്ല രീതിയിൽ കാണുന്നവർക്ക്. ഇനി അതല്ല, ചിലപ്പോൾ ചെറുപ്പത്തിൽ വിദ്യാഭ്യാസമൊന്നും കിട്ടിയിട്ടില്ല, വലിയ സാമ്പത്തികമില്ല, അങ്ങനെയുള്ളവരുടെ കയ്യിലും ചിലപ്പോൾ ഇത് കാണാം. അവരുടെ സാഹചര്യം കൊണ്ട് അവർ ഈ സ്കില്ല് പ്രയോജനപ്പെടുത്തുന്ന ഏത് മേഖലകളിലായിരിക്കും എന്നറിയാമോ? ഒരു പെയിൻറ്ററായിട്ട്, അല്ലെങ്കിൽ ഒരു മറ്റുള്ള ഇപ്പം ഈ അലുമിനിയം ഫാബ്രിക്കേഷന്, അങ്ങനെയുള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇത് പ്രയോജനപ്പെടുത്തും. ഇനിയിപ്പോൾ ചെറുപ്പത്തിൽ നല്ല പഠിക്കാൻ അവസരം കിട്ടിയവരാണ്, നല്ല വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യമുള്ളവരാണ്, അവർ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, ഡിസൈനിങ്, ഫാഷൻ ഡിസൈനിങ്, ഏത് തരമുള്ള ഡിസൈനിങ് ആണെങ്കിലും നല്ലതാണ്. പിന്നെ ഫിനാൻസ് മേഖലയുമായി ബന്ധപ്പെട്ട വർക്കുകൾ, ഇപ്പം MBA ഫിനാൻസ് അല്ലെങ്കിൽ ഫിനാൻസ് അഡ്വൈസർ, ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ ഈ രേഖ നൽകുന്നതാണ്. ഈ രേഖയിൽ ഇത്തരം കഴിവുകളുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരാളുടെ സാഹചര്യം കൊണ്ട് അയാളുടെ ഒരു സാമ്പത്തികം ഇല്ലാത്ത ഒരു കുടുംബത്തിലാണ് ജനിച്ചെങ്കിൽ അയാൾ ചിലപ്പോൾ ആ സ്കില്ല് ചിലപ്പോൾ ഒരു പെയിൻറ്ററായിട്ടായിരിക്കും അയാളുടെ ആ സ്കില്ല് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നത്. ഇനിയും ഒരു സാമ്പത്തികമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണെങ്കിൽ ചിലപ്പോൾ ഒരു ബിടെക് സിവിൽ എഞ്ചിനീയറായിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ഡിസൈനറായിട്ടായിരിക്കും അയാൾ സ്കില്ല് പ്രയോജനപ്പെടുത്തുന്നത്. ഇങ്ങനെ ഒരു ജനിച്ച സാഹചര്യം വെച്ച് ഇതിലൊക്കെ ഈ സ്കില്ല് പലരും ഉപയോഗിക്കുന്നതിൽ അന്തരമുണ്ട് കേട്ടോ. പിന്നെ ഡ്രൈവർമാർ, ഇങ്ങനെയുള്ള ഒരു കഴിവ് നൽകുന്നതാണ്. ഇവർക്ക് ഒരു വിശേഷ ബുദ്ധി, അവർ ചെയ്യുന്ന കാര്യം ഭംഗിയായിട്ട് ചെയ്യാനുള്ളൊരു തന്മയത്വം ഉണ്ടായിരിക്കും. സ്വന്തമായിട്ട് ആലോചിച്ച് ചില കാര്യങ്ങൾ
ക്രിയേറ്റീവായിട്ട് ചെയ്യാനുള്ളൊരു കഴിവ് നൽകുന്നതാണ്. അപ്പോൾ ഒരു രേഖയുടെ കഴിവ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത് എല്ലാവരും ഈ രേഖയുള്ളവർ ഈ മേഖലകളിലായിരിക്കണമെന്നില്ല, ഞാൻ ആ കഴിവ് പറഞ്ഞതേ ഉള്ളൂ. പലരും അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടുമൊക്കെ പല മേഖലകളിലായിരിക്കും എത്തപ്പെടുന്നത്. പക്ഷേ ഇത്തരം കഴിവുകൾ ഈ രേഖയുള്ളവർക്ക് ഉണ്ടായിരിക്കും. ചിലരത് പ്രയോജനപ്പെടുത്തും, ചിലരത് പ്രയോജനപ്പെടുത്തത്തില്ല. ചിലരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പം അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത് ചില മറ്റു മേഖലകളിലായിരിക്കും പ്രവർത്തിക്കുന്നത്. അതൊക്കെ ഒരു ജീവിതത്തിൻ്റെ ഒരു ജീവിതം അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇത്തരം കഴിവുകൾ ഈ രേഖ ഉള്ളവരിൽ ഉണ്ടായിരിക്കും എന്നുള്ളത് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ അത് ഒരു അറിവ് പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇതുപോലുള്ള ചെറിയ ചെറിയ ഹസ്തരേഖ രഹസ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. പക്ഷെ ഒന്നുമല്ല, 1000-ലൊരംശം പോലും ഞാൻ ഈ പറയുന്നില്ല വീഡിയോയ്ക്ക്. എത്രയോ ഞെട്ടിക്കുന്ന ഹസ്തരേഖാ രഹസ്യങ്ങളുണ്ട്. അതെല്ലാം എൻ്റെ മനസ്സിൽ, അല്ലെ എൻ്റെ ഹൃദയത്തിൽ, അല്ലെ എൻ്റെ ചിന്തയിൽ, അതൊക്കെ എന്നോടൊപ്പം അതൊക്കെ ഇല്ലാതാകും. കാരണം അതുപോലെയുള്ള ഹസ്തരേഖാ രഹസ്യങ്ങളാണ്. അതെല്ലാം ശിവഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയതാണ്. ഞാനില്ലാതാകുമ്പോൾ അതെല്ലാം ഇല്ലാതാകും. അതെല്ലാം മനസ്സിലാണ്. ഇതുപോലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. പിന്നെ വിശകലനം ചെയ്യുമ്പോൾ വേണ്ട കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. കാരണം ഈ ഹസ്തരേഖാ രഹസ്യങ്ങളൊക്കെ പൊതുവേ പറയുമ്പോൾ മനുഷ്യർക്കൊക്കെ അതിലൊക്കെ എന്തിരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്ത വീഡിയോയ്ക്കകത്ത്. പിന്നെ നോക്കുന്നവരുടെ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹസ്തരേഖാ രഹസ്യങ്ങളാണേലും വിരലുകളുടെ അറ്റത്തിൽ വിരലടയാളങ്ങളാണേലും അതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പണ്ടൊരിക്കൽ ഒരാളുടെ കൈരേഖ നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചു, താങ്കൾ ഈ വെള്ളത്തിൽ കുളിക്കാൻ പോകുമെന്ന് ചോദിച്ചു, ആറ്റിലോ തോട്ടിലോ ഒക്കെ. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, അതെന്താ അങ്ങനെ ചോദിച്ചെന്ന് ചോദിച്ചു. നിങ്ങൾ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, നിങ്ങൾക്കതിൽ ആപത്ത് പിണയാനും മരണഭയം വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ മരണത്തെ മുഖാമുഖം കാണുന്ന സാഹചര്യം വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ മരണപ്പെടുന്നതിന് അർത്ഥമൊന്നുമില്ല. മരണത്തെക്കുറിച്ച് ആര് പറയുന്നുണ്ടെങ്കിലും അത് അവരുടെ അറിവില്ലായ്മയാണെന്ന് വിചാരിക്കുക. അത് ഈശ്വരന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. നമുക്ക് ചില സാഹചര്യങ്ങളുണ്ടാകാം, അതിന് ഗൈഡൻസേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത്, എൻ്റെ അഭിപ്രായം പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഗൈഡൻസ് കൊടുക്കാനേ പറ്റത്തുള്ളൂ. നമ്മൾ ഈശ്വരനല്ല, അതുകൊണ്ടാണ്. മരണം ഈശ്വരൻ്റെ കയ്യിരിക്കുന്ന കാര്യം. അപ്പം നമുക്ക് ചില ആപത്തുകളുണ്ടാകാം, അത് ശ്രദ്ധിക്കണം എന്നേ പറയാൻ പറ്റില്ല. അതും അല്ലാതെ നിങ്ങളോട് ആരെങ്കിലും മരണത്തെക്കുറിച്ച് പറഞ്ഞ് ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് അവരുടെ അറിവില്ലായ്മയും ചോദിക്കുന്നത് നിങ്ങളുടെ അറിവില്ലായ്മയാണ്. രണ്ടും ശരിയാണ് കേട്ടോ. 50% അവരുടെ അറിവില്ലായ്മ, 50% ചോദിക്കുന്നത് നിങ്ങളുടെ അറിവില്ലായ്മ. കാരണം നമുക്ക് ആ ഒരു ബുദ്ധി ഇല്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ ചോദിക്കുന്നത്. അവർക്ക് ആ ഒരു ഇതില്ലാത്തതുകൊണ്ട് അവരും പറയും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ അതൊക്കെ ഈശ്വരൻ്റെ ഇരിക്കുന്ന കാര്യങ്ങളാണ്. നമുക്കിപ്പോൾ ഒരു കൈരേഖ ആയിക്കോട്ടെ, ഗ്രഹനില ആയിക്കോട്ടെ, ആവർത്തിക്കുന്ന ചില സാധ്യതകളെ പരിശോധിച്ച് ചില ഗൈഡൻസ് കൊടുക്കുക മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അത് ഗുണമുണ്ടാവും. ഇപ്പോൾ ഒരാളുടെ കൈരേഖ പരിശോധിച്ചിട്ട് അവൻ ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ എന്നൊന്നും അങ്ങനെയൊന്നും എഴുതി വെച്ചിട്ടില്ല. സ്കില്ലാണ്. ആ സ്കില്ല് പ്രയോജനപ്പെടുത്തുന്നവൻ അതാകും. പ്രയോജനപ്പെടുത്താത്തവൻ ചിലപ്പോൾ അവൻ വേറെ ഏതെങ്കിലും കാര്യത്തിൽ ഈ സ്കില്ല് ചെറിയ രീതിയിലൊക്കെ പ്രയോജനപ്പെടുത്തി ചെറിയ ചെറിയ ജോലികൾ ചിലപ്പോൾ ജീവിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ബിടെക് സിവിൽ എഞ്ചിനീയറായിട്ട് ആ കഴിവുള്ളവൻ ചിലപ്പോൾ അവനത് പ്രയോജനപ്പെടുന്നില്ല. ചിലപ്പോൾ അവനൊരു പെയിൻറ്ററായിട്ടായിരിക്കും പോകുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? അതൊക്കെ അവനവൻ്റെ അവനവൻ്റെ കഴിവ് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന പോലെ ഒക്കെ ഇരിക്കും അതിൻ്റെ ഫലങ്ങൾ. അതൊക്കെ അവനവനെ ആശ്രയിച്ചിരിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? അല്ലാതെ വേറൊന്നുമല്ല. അതിന് ഈശ്വരനെ ഒന്നും വഴി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് ഞാൻ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇത് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, പുള്ളി ആറ്റിലോ തോട്ടിലോ കണ്ട് നീന്താൻ പോയപ്പം പുള്ളി നീന്തി ചെന്നപ്പോഴത്തേന് ഈ വള്ളിയെ പുള്ളിയുടെ കാല് ചുറ്റി മേലോട്ട് വരാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു, കുടുങ്ങിപ്പോയി. ഇദ്ദേഹം നല്ല ആരോഗ്യമുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് കുറച്ച് നേരം പരിശ്രമിച്ച് കഴിഞ്ഞ് പുള്ളി മുകളിലോട്ട് വന്നു. അത് സത്യമാണെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഈ കൈരേഖ നോക്കിയാണ് പറയുന്നത്, അല്ലാതെ എനിക്ക് വേറൊന്നും അറിയത്തില്ലല്ലോ. പുള്ളി എവിടെയൊക്കെ പോകുന്നത് നമുക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഇനി നിങ്ങൾ തോട്ടിലും ആറ്റിലും അങ്ങനെയൊന്നും കുളിക്കാൻ പോകണ്ട, വീട്ടിൽ കുളിച്ചാൽ മതി. പുള്ളിക്ക് കാര്യം മനസ്സിലായി. ഇന്നും പുള്ളി മിടുക്കനായിട്ട് സന്തോഷത്തോടെ ജീവിക്കും, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ, ഗൈഡൻസ് കൊടുക്കാൻ പറ്റും. അത് ഗുണം ചെയ്യും. അതാണ് സത്യം. അപ്പോൾ അത് ജീവിതങ്ങൾ മാറ്റും. പുള്ളി പിന്നെ ആറ്റിലോ തോട്ടിലോ ഒന്നും അങ്ങനെ കുളിക്കാൻ പോയിട്ടില്ല. കാരണം അത് ശ്രദ്ധിക്കണമെന്ന് പറയും.
അതുകൊണ്ട് വീട്ടിൽ കുളിച്ചാൽ മതി. എന്തിനാ ആറ്റിലും തോട്ടിലും പോയി കുളിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പുള്ളി അത് വിശ്വാസമായി. കാരണം ഞാനത് കൈ നോക്കിയിട്ടാണ് പറഞ്ഞത്, ഇങ്ങനെയുള്ള ഒരു അവസരങ്ങളുണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകളുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു, ഇല്ല ഞാനിനി അത് ചെയ്യുന്നില്ല, ഞാനിനിയും വീട്ടിൽ ഈ ആറ്റിലും തോട്ടിലൊന്നും കുളിക്കുന്ന പരിപാടി നിർത്തി എന്ന് പറഞ്ഞു. മിടുക്കനായിട്ട് ഇപ്പോഴും പുള്ളി ജീവിച്ചിരിക്കുന്ന ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ ചില ആപത്തുകൾ ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരാളുടെ ഞാൻ രേഖ നോക്കിയപ്പോൾ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി ഇരുന്ന് ഉറങ്ങുന്ന ഒരു ടെൻഡൻസി ഞാൻ രേഖയിൽ കണ്ടു. ഈ രേഖയിൽ എഴുതി വെച്ചിട്ടൊന്നുമില്ല, രേഖകളുടെ കോമ്പിനേഷൻ അത് നമ്മൾ ആഴത്തിലിറങ്ങി പരിശോധിക്കുമ്പോൾ ഒരാൾക്ക് വണ്ടി ഓടിക്കാൻ ഡ്രൈവിങ് എന്നുള്ള കഴിവുണ്ടെന്ന് വിചാരിച്ചു. അയാൾ ആബ്സെൻറ്റ് മൈൻഡാണ് ബുദ്ധിരേഖയെങ്കിൽ, അപ്പോൾ ആബ്സെൻറ്റ് മൈൻഡ് ആകുന്ന ഒന്നുകിൽ ഉറങ്ങുന്ന അങ്ങനെയുള്ള സാഹചര്യങ്ങളായിരിക്കും. അപ്പോൾ ആ രീതിയിലാണ് നമ്മളതിനെ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഇതിനോട് ഞാൻ പറഞ്ഞു ഞാനിനി ശ്രദ്ധിച്ചോളാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല, മിടുക്കനായിട്ട് ജീവിക്കും എന്നും ആ ഒരു സുഖമായിട്ട് ജീവിതം മുന്നോട്ട് പോകും. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഗുണമുണ്ടാകുന്ന കാര്യങ്ങളാണ്. അല്ല നമ്മൾ കുറേ നക്ഷത്രം കാണാൻ പഠിച്ച് പറയുകയോ അവിടെ ബുക്കിൽ എഴുതിയിരിക്കും ഇവിടെ ബുക്കിൽ എഴുതി പറയുന്നു, അതൊന്നും അല്ല. നമ്മൾ ജീവിതങ്ങൾ പഠിച്ച് പറയണം, അനുഭവങ്ങൾ പഠിച്ച്, അത് സത്യസന്ധമായിരിക്കണം, അത് ആത്മാർത്ഥമായിരിക്കണം, അത് ഹൃദയത്തിൽ നിന്ന് വരണം. അവിടെയാണ് നമുക്ക് ആ ഈശ്വരനെ നമ്മൾ അനുഭവിക്കുന്നത്, നമുക്കൊരു സംതൃപ്തിയുണ്ട്. അതുപോലെ നമ്മളോട് ഒരുത്തരോട് എൻ്റെ പുറകെ നടക്കാനൊന്നും പറയുന്നില്ല. എപ്പോഴും വന്നോ ഞാൻ ഒരാളുടെ ഒരു പ്രാവശ്യം നോക്കി കൊടുക്കും, അത് വേണ്ട നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ചെയ്യുകയോ ചെയ്യാതിരിക്കുക അവനവൻ്റെ പാവം, ചെയ്യുന്നവനതിന് ഗുണമുണ്ടാവും, അല്ലാതെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ അവനും ഗുണമുണ്ടാവും. അതൊക്കെ അവരവരുടെ ഞാൻ ആത്മാർത്ഥമായിട്ട് എനിക്ക് പറയേണ്ട നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും, ഇത്രയും. പക്ഷേ അതിലേക്കുള്ള നല്ല വഴിപാടുകളൊക്കെ പറഞ്ഞു കൊടുക്കത്തില്ല, അല്ല വേറൊന്നും പറഞ്ഞു കൊടുക്കില്ല. 10, 15, 20 രൂപ കൊണ്ട് ചെയ്യാവുന്ന നെയ്വിളക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ വീഡിയോ ആണും പറയില്ല, ഞങ്ങളുടെ പരിഹാരങ്ങളെ പറയത്തുള്ളൂ. അപ്പം നമുക്കൊരു സന്തോഷം, ചെയ്യുന്നവനൊക്കെ അതിൻ്റെ ഗുണമുണ്ടാകുമ്പോൾ, ചെയ്യുന്നവർക്കൊക്കെ അതിൻ്റെ ഗുണമുണ്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സന്തോഷം. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.